ഇപ്പോൾ കൊച്ചിയിലെ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പ്രതികരിക്കാൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഈ കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ വാർത്ത നമ്മൾ അറിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെയൊക്കെ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. മന്ത്രിയടക്കം അതിൽ ഇടപെട്ടിരുന്നല്ലോ. ഇപ്പോൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് അറിയാൻ സാധിക്കുന്നത്? എന്താണ് ഈ ജീവനക്കാർക്ക് നമുക്ക് എന്താണ് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? നമ്മുടെ തൊഴിൽ രംഗത്തെ ഏറ്റവും ആശ്വാസകരമല്ലാത്ത ഒരു പ്രവണതയുടെ നേർസാക്ഷ്യമാണ് ഇന്നലെ കൊച്ചിയിൽ കണ്ടത്, ഇന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരോട്, അത് 800ഓളം 500 പേർ കൊച്ചിയിലും 300 പേർ കോഴിക്കോടുമായിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് തൊഴിലില്ല എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമുക്കറിയാം, നൂറ്റാണ്ടുകൾ നീണ്ട സമരങ്ങൾക്കൊടുവിലാണ് കേരളത്തിലും രാജ്യത്തും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവസരം ഒരുങ്ങിയത്. അതിന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിൽ യാതൊരു രീതിയിലും നിയമപരമായോ ധാർമ്മികമായോ ഒന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ പെട്ടെന്ന് ജോലിയിൽ പിരിച്ചുവിടുന്നത് ശരിയല്ല. ഇന്നലെ അവർ പിരിച്ചുവിട്ട ഉടൻ തന്നെ വകുപ്പും സ്ഥല MLA ശ്രീമതി ഉമാ തോമസും അടക്കമുള്ളവർ ഇടപെട്ട് അവരുമായി ചർച്ച നടത്തി തൽക്കാലം തിങ്കളാഴ്ച ലേബർ സെക്രട്ടറി ചർച്ചയ്ക്ക് നിയോഗിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിന് മുമ്പ്, പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോൾ അത് മാറി ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് പണം ചെല്ലുകയും അവരെ പിരിച്ചുവിടുന്നത് എഫക്റ്റ് വരുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അടിയന്തര ഇടപെടൽ സർക്കാർ നിയമപരിധിക്കുള്ളിൽ നിന്ന് നടത്തുന്നുണ്ട്. ഇതൊരു അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, അതുകൊണ്ട് തന്നെ എത്രത്തോളം സർക്കാരിന് ഇതിൽ ഇടപെടാൻ സാധിക്കും? എങ്ങനെയാകും ഇത്രയും ജീവനക്കാരുണ്ട്, അവരെ പെട്ടെന്നൊരു ജോലി കണ്ടെത്തുക എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനെന്ത് ഇടപെടലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ? അതാണ് ഞാൻ സൂചിപ്പിച്ച നിയമപരിധിക്കുള്ളിൽ നിന്ന് കൊണ്ടുള്ള ഇടപെടലുകൾ നടത്തും. എന്തായാലും വളരെയധികം നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ പ്രതികരണത്തിന്.